നമസ്കാരം. ഞാൻ ഇവിടെ ഒരു ഓഫീസ് ജോബിന് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങുന്ന ഒരു ഇതിനെ കുറിച്ചാണ് ഒരു 5-6 മിനിറ്റുള്ള ഒരു ചെറിയ മേക്കപ്പ് ടിപ്പാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ഒരു ഓഫീസിൽ പോകുമ്പോൾ 5-6 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് ചെറിയ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ മുടിയെല്ലാം വാരി കെട്ടിയതിന് ശേഷം ക്ലെൻസ് എടുത്തു. നല്ലതായിട്ട് മുഖം നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നു. അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ക്ലെൻസിങ് മിൽക്കാണ്. അത് വെച്ച് നല്ലതായിട്ട് തുടയ്ക്കുന്നു. അതിനുശേഷം അടുത്ത ഒരു കോട്ടൺ എടുക്കുന്നു. വീണ്ടും നമ്മളൊന്ന് ഡ്രൈ ആക്കുന്നു. വീണ്ടും ഒരു കോട്ടൺ എടുത്ത് നല്ലതായിട്ട് വീണ്ടും നമ്മൾ തുടച്ച് ഫേസ് ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈമർ വിത്ത് കൊളാജൻ ജെല്ലാണ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതൊരു കൊളാജന്റെ സിറമാ. അത് ഒരു 2 ഡ്രോപ്സ് കയ്യിലെടുക്കുന്നു. ഞാൻ ഫേസിൽ ടാപ്പ് ചെയ്ത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. ഇതിങ്ങനെ ടാപ്പ് ചെയ്താണ് നമ്മൾ ഫുൾ ഫേസ് ആക്കുന്നത്. ഇതൊരു കൊളാജൻ സിറമാ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആക്കുകയും നമ്മൾ ചെയ്യുന്ന ഫൗണ്ടേഷൻ കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കൊരു സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രൈമർ, ഇത് ക്രയോണിന്റെ പ്രൈമർ, അതിൽ നിന്ന് ഒരു ഡ്രോപ്സ് എടുക്കുന്നു. ഫുൾ ഫേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യുന്ന ഫൗണ്ടേഷൻ കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഈ ചെയ്ത കൊളാജൻ സിറവും പ്രൈമറും. അതിനുശേഷം നമ്മൾ ഫുൾ ഫേസ് നമ്മൾ ഇപ്പൊ ഈ ഫൗണ്ടേഷൻ ഇടുന്നു. ഇതിടുമ്പോൾ കണ്ണിന്റെ മുകളിലും കണ്ണിന് താഴെയുമൊക്കെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് പിടിപ്പിക്കുന്നു. ഇതിപ്പോ നമ്മൾ ഒരു പെട്ടെന്ന് ചെയ്യുന്ന ഒരു മേക്കപ്പായി നമ്മളോട് കാണിക്കുന്നത് ബ്രഷ് കൊണ്ട് നമ്മുടെ കൈ കൂടുതലായിട്ട് നമുക്ക് ഈ മേക്കപ്പിനെ ഉപയോഗിച്ചാൽ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിച്ച് സ്കിൻ നല്ല ഗ്ലോ ഉള്ളതായി നമുക്ക് തോന്നുകയും ചെയ്യും. അതിനുശേഷം ഞാനൊരു കോമ്പാക്റ്റ് എടുക്കുന്നു. ഫുൾ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഫുൾ ഫേസ് ഞാൻ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ചെയ്ത ആ ഫൗണ്ടേഷനും പ്രൈമറും എല്ലാ സ്കിന്നിൽ നല്ലതായിട്ട് അങ്ങ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് കൺസീലറും കൂടെ നമുക്ക് ഈ കോമ്പാക്റ്റിലായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറയാനായിട്ട് നമുക്ക് ഈ കോമ്പാക്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഒരു കോണ്ടറിങ് ഞാൻ എടുക്കുന്നു. നമ്മുടെ ഫേസിന്റെ ഓവൽ ഷേപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ കോണ്ടറിങ് വെച്ച്
അപ്പോൾ ഞാൻ ഇവിടെ കോണ്ടറിങ് അപ്ലൈ ചെയ്യുന്നു. എൻ്റെ ഫേസിൽ ഇത്രയും ഒരു ഓവൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കോണ്ടറിങ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സ്ഥലം നമ്മൾ കോണ്ടറിങ് ചെയ്ത് ഫേസ് ചെറുതാക്കുന്നു. അതിനുശേഷം നമുക്ക് മൂക്കിൻ്റെ സൈഡ്, മൂക്കിന് നമുക്ക് ഒരുപാട് നീളം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് നമ്മൾ അടുത്ത് നമ്മൾ കോണ്ടറിങ് കഴിഞ്ഞു. അടുത്ത് നമ്മളൊരു ഫൗണ്ടേഷൻ വിത്ത് കോമ്പാക്റ്റ് ഒന്നിച്ചുള്ള ഒരു കേക്കിനകത്ത് നമ്മൾ ബ്രഷ് വെച്ച് കുറച്ച് കോമ്പാക്റ്റ് എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇതിനകത്ത് ഫൗണ്ടേഷനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനും കൺസീലറിന്റെ ഉപയോഗം നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഇടുന്നത് അവരവരുടെ ഡ്രസ്സിനനുസരിച്ചുള്ള കളറുകൾ അവരവർ അപ്ലൈ ചെയ്യുക. ഞാൻ ശകലം ഡാർക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. രണ്ട് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഐ ഷാഡോ അപ്ലൈ ചെയ്തു. അടുത്ത് ബ്ലഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബ്ലഷർ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റർ. അടുത്തതായിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് തെളിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് തെളിച്ചു കൊടുക്കുന്നു. ഉള്ള ഐബ്രോസ് എടുപ്പ് ഉള്ളതായി തോന്നാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്തു. അതിനുശേഷം അടുത്ത സൈഡ് വെച്ചിട്ട് ഞാൻ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത ഞാൻ എൻ്റെ ഐലാഷ് സ്വല്പം വലുതാക്കി മസ്കാര അപ്ലൈ ചെയ്യുന്നു. ഉള്ള ഐലാഷിനെയും കാട്ടി കുറച്ച് എടുപ്പുകാരായിട്ട് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നു. അടുത്ത് ഞാൻ എൻ്റെ കണ്ണ് ഞാൻ ഐലൈനർ വെച്ചിട്ട് ഒന്ന് തെളിച്ചു കൊടുക്കുന്നു. ലൈറ്റായിട്ട് ഐലൈനർ വെച്ച് ഞാനൊന്ന് ലൈൻ കൊടുക്കുക. നമ്മൾ ഏത് ഉപയോഗിച്ചാലും നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ലിപ് ലൈൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇനി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ലിപ് ലൈനിന് കൊടുത്തു. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. അത് വലിയ പാലറ്റാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് 12 കളറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡുകൾ അതിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു ഡാർക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു ന്യൂഡ് കളറും കൂടെ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിനനുസരിച്ചുള്ള ബിന്ദിയാണ് നമ്മൾ ഇടുന്നത്. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഫിക്സിംഗ് സ്പ്രേ അടച്ചു പിടിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫാനിനടിയിൽ ഒന്ന് നിർത്തുക, അല്ലെങ്കിൽ വിശറി വെച്ചൊന്ന് വീശുകയോ ചെയ്താൽ ഉടനെ ഈ നമ്മൾ ചെയ്ത മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഫേസ് ടച്ച് ചെയ്യാൻ പാടില്ല. 2 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് നമ്മുടെ ഫേസിൽ ഈ ചെയ്ത മേക്കപ്പ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുകയും ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഞാൻ മുടി ഒന്ന് ബ്രഷ് ചെയ്യുന്നു. അവർ മുടി നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട്
സ്വന്തമായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് ഒരുങ്ങാം എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിക്കായാലും നമുക്ക് ഓഫീസിൽ പോകാനായിട്ടായാലും ലൈറ്റ് മേക്കപ്പ് ഇട്ട് നമ്മൾ അറിയത്തുമില്ല. പക്ഷെ നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് ന്യൂഡ് മേക്കപ്പ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ഇന്ന് ചെയ്തത്. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് ഒക്കെ എടുക്കുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.